നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മളുടെ അവകാശമാണ്. അതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇടയ്ക്ക് ഒരുപാട് നാൾ കുട്ടികളൊന്നും ഇല്ലാതെ ചികിത്സയ്ക്ക് ശേഷം ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടാണ് അവർക്ക് കുട്ടിയായത്. പിന്നീട് അവരവരെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് വെയിറ്റ് കുറവാണോ ശരിക്കും, അതുപോലെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, കുട്ടി തടി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ കുട്ടിക്ക് നോർമൽ വെയിറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞത്, ഒരു കല്യാണത്തിന് പോകുന്ന സമയത്തോ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തോ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇത്ര വെയിറ്റ് കുറവ്, കുട്ടിക്ക് ഒന്നും കൊടുക്കുന്നില്ലേ, ഇങ്ങനെയുള്ളത്. അപ്പോൾ പൊതുവെ അമ്മമാരുടെ ഒരു ആശങ്ക കൂടിയാണ് കുട്ടികൾ ഇതുപോലെ വെയിറ്റില്ല, തടിയില്ല, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല്, നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോല് മറ്റുള്ളവരിൽ ഏൽപ്പിക്കുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. കാരണം അവർക്ക് മുന്നേ കുട്ടികളാവാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. മുന്നേ അവർ വിവാഹം കഴിഞ്ഞ് പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തേ കുട്ടികളാവാത്തതെന്ന് ചോദിച്ചിട്ടുള്ള വിഷമമായിരുന്നു അവർക്ക് ആദ്യം. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടി തടിയില്ല, ആരോഗ്യമില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതിന് മുന്നേ ആണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ താക്കോല് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ താക്കോല് അവർ മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്നാണോ തിരിച്ചെടുക്കുന്നത്, സ്വന്തം കയ്യിൽ വരുന്നത്, അതുവരെ ഇതുപോലെയുള്ള സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിക്കാം. താങ്ക് യു.